അമേരിക്കയെ പൊള്ളിച്ച് ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്നു വലിയ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തിനിടെ 117 കിലോമീറ്റർ വിസ്തൃതിയിലാണ് തീപിടുത്തമുണ്ടായത്. 11 പേർ കൊല്ലപ്പെടുകയും 1,80,000 പേർ കുടിയിറക്കപ്പെടുകയും ചെയ്തു. ഹോളിവുഡ് നടന്മാരുടേതുൾപ്പെടെ ആയിരക്കണക്കിന് വീടുകളാണ് ഇവിടെ കത്തിച്ചാമ്പലായത്. നിരവധി പേർ ഈ വിഷയത്തിൽ US-നെയും ഇസ്രായേലിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ലോസ് ആഞ്ചൽസ് കൗണ്ടി അഗ്നിശമന വകുപ്പിനുള്ള ബജറ്റ് $18 മില്യൺ വെട്ടിക്കുറച്ചതിനെയും ഗസയെ ചുട്ടുചാമ്പലാക്കാൻ അമേരിക്ക ഇസ്രായേലിന് സാമ്പത്തിക സഹായം നൽകുന്നതിനെയും പലരും വിമർശിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന് $8 ബില്യൺ ആയുധങ്ങൾ നൽകുമെന്ന് ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. ലോസ് ആഞ്ചൽസ് അഗ്നിശമന വകുപ്പിനുള്ള ബജറ്റിൽ $17.6 മില്യൺ കുറവാണ് വരുത്തിയത്. ഇസ്രായേലിന് ഇതിനകം $23 ബില്യൺ വർധന ലഭിച്ചു. ഇനിയും 8 ബില്യൺ കൂടി ലഭിക്കും. ഫലസ്തീനിയൻ ജേർണലിസ്റ്റ് അഹമ്മദ് എൽദിൻ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. കാട്ടുതീയിൽ വീട് നഷ്ടപ്പെട്ട പ്രമുഖരിൽ ഒരാളാണ് ഹോളിവുഡ് നടനായ ജെയിംസ് വുഡ്സ്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്ന വ്യക്തിയാണ് വുഡ്സ്. ലോസ് ആഞ്ചൽസിലും പുറത്തുമുള്ള നിരപരാധികളായ ജനങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് ജെയിംസ് വുഡ്സിനുണ്ടായ നഷ്ടത്തിൽ പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഇമാം ഒമർ സുലൈമാൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. എന്നാൽ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. ഗസയിലെ ജനങ്ങൾ അധികാര ഭവനങ്ങളിലെ ക്രൂരന്മാരാൽ കൊല ചെയ്യപ്പെടുകയാണ്. തങ്ങളുടെ മാളികകളിൽ അജയ്യനാണെന്ന് തോന്നുന്ന ക്രൂരന്മാരുടെ പിന്തുണയോടെയാണ് ഇത് നടക്കുന്നതെന്നും ഒമർ സുലൈമാൻ പറയുന്നു. ലക്ഷക്കണക്കിന് ടൺ ബോംബുകൾ ഗസയിൽ വർഷിക്കുകയും അത് ഒരു ജ്വലിക്കുന്ന നരകത്തീയായി മാറുകയും ചെയ്യുന്നത് നമ്മുടെ ധാർമ്മിക അപലപനത്തിന് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ നമ്മളെയെല്ലാം തേടിയെത്തും. ന്യൂയോർക്കിലെ ആക്ടിവിസ്റ്റായ ഫാത്തിമ മുഹമ്മദ് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഗസയിൽ ആളുകളെ ജീവനോടെ ചുട്ടരിക്കാൻ US നികുതികൾ ഉപയോഗിക്കുമ്പോൾ ആ തീപിടുത്തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിശയപ്പെടില്ലെന്നും ഇടതുപക്ഷ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ കോഡ് പിങ്ക് വ്യക്തമാക്കി. നമ്മുടെ രാജ്യം താമസയോഗ്യമാക്കാൻ പണം ചെലവഴിക്കുന്നതിന് പകരം ഗസയിലെ ഫലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ ചെയ്യുന്നതിനായി നമ്മുടെ സർക്കാർ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു എന്നാണ് ജൂയിഷ് വോയിസ് ഫോർ പീസിൻ്റെ ന്യൂയോർക്ക് ശാഖ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കുറിച്ചത്. ലോസ് ആഞ്ചൽസ് അധികൃതരാണ് അഗ്നിശമന വകുപ്പിന് പ്രധാനമായും ധനസഹായം നൽകുന്നത്. അതേസമയം ഇസ്രായേലിനുള്ള സൈനിക ചെലവ് ഫെഡറൽ സർക്കാരിൽ നിന്നാണ് എന്ന് കമന്റേറ്റർ മെഹദി ഹസനും വിമർശിച്ചു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തൽ.